നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. കോട്ടയം അതിരമ്പുഴ 3-ാം വാർഡും കൊല്ലം പടിഞ്ഞാറേ കല്ലട 8-ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ, കണിച്ചാൽ, മാടായി പഞ്ചായത്തുകൾ LDF നിലനിർത്തി. 17ഇടത്ത് UDFും 11ഇടത്ത് LDFും 3 വാർഡിൽ BJPയും വിജയിച്ചു. നാട്ടികയിൽ UDFന് അട്ടിമറി വിജയമാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ P. വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 260 വോട്ടിന് LDF വിജയിച്ച വാർഡിലാണ് UDFന്റെ അട്ടിമറി വിജയം. ഇതോടെ LDFന് ഭരണം നഷ്ടമായി. ചാലിശ്ശേരി പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K. സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചു. നിർണായക വിജയം നേടിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 479 വോട്ടുകളും LDFന് 375 വോട്ടുകളും BJPക്ക് 98 വോട്ടുകളുമാണ് ലഭിച്ചത്. പഞ്ചായത്ത് ഹാളിൽ 2 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ നടന്നത്. രാവിലെ 10:00-കകം തന്നെ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവന്നു. 15 വാർഡുകളുള്ള ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 വാർഡുകൾ കരസ്ഥമാക്കിയാണ് UDF അധികാരത്തിൽ വന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും 9-ാം വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു. കോൺഗ്രസിലെ പടലപ്പിണക്കം തന്നെയായിരുന്നു രാജിക്ക് കാരണം. തുടർന്ന് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വിജേഷ് കുട്ടനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനാൽ തിരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും നിർണായകമായിരുന്നു. എന്നാൽ അട്ടിമറികൾക്കൊന്നും ഇടം നൽകാതെ വാർഡ് ഭരണവും പഞ്ചായത്ത് ഭരണവും നിലനിർത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയം നേടിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ചാലിശ്ശേരി പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാലിശ്ശേരി സെന്ററിൽ സമാപിച്ചു. 9-ാം വാർഡിൽ നിന്നും വിജയിച്ചു കയറിയ K. സുജിതയെ പ്രവർത്തകർ ഷോൾ അണിയിച്ച് ആദരിച്ചു. മുൻ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, ബാബ മാളിയേക്കൽ, കോൺഗ്രസ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊപ്പം പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യപിച്ചെത്തിയവരാണെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായും പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിനിടെ കഴിഞ്ഞ ദിവസം കയ്യാങ്കളി നടക്കുകയും സംഘാടക സമിതിയിലെ ഒരാൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 3 പേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളല്ല സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തിയെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ പട്ടാമ്പിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നല്ല നിലയിൽ നടന്നു വന്നിരുന്ന മത്സരം തടസ്സപ്പെടുത്താൻ ചില മദ്യപന്മാർ ശ്രമിച്ചതാണ് കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചത്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ഫൈനലൊക്കെ വളരെ നല്ല അന്തരീക്ഷത്തിൽ നടന്നു. നല്ല തീപാറുന്ന പോരാട്ടം നടത്തി സമനിലയിൽ പിരിയുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പെനാൾട്ടി ഷൂട്ടൗട്ടിലൂടെയാണ് നമ്മൾ വിജയികളെ തീരുമാനിക്കാൻ ശ്രമിച്ചത്. പെനാൾട്ടി നടക്കുന്നതിൻ്റെ ഇടയിൽ കാണികളെ ഗ്രൗണ്ട് ആകെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ആവേശത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ സംയമനത്തോടു കൂടി പോലീസിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ അവരെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയ ഒരു ആവേശത്തിരക്ക് മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ തിരക്കിനിടയ്ക്കാണ് ഈ പന്ത്, ഗ്രൗണ്ടിലുണ്ടായിരുന്ന പന്ത് ഒരു മദ്യപിച്ച് വളരെ മോശമായ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വിദ്വാൻ ഈ പന്ത് എടുത്തുകൊണ്ട് പോവുകയാണ്.
അപ്പോൾ സംഘാടക സമിതി അംഗമായ സജിൻദാസ് ആ പന്ത് ഇയാളെ നിന്ന് വാങ്ങി വെച്ചപ്പോൾ ഇയാൾക്കെതിരെ വളരെ അസഭ്യവർഷം, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഇയാളെ ഉപദ്രവിക്കുകയാണ്, ഈ സംഘാടക സമിതി അംഗത്തെ. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അയാളെ തള്ളി മാറ്റി. അതിൻ്റെ ഭാഗമായി അയാളുടെ ജ്യേഷ്ഠൻ്റെ മകൻ ഉൾപ്പെടെ വലിയ ഈ കയ്യിലിടുന്ന മാരകമായ ആയുധങ്ങളുമായി വന്ന് ഈ സംഘാടക സമിതി അംഗത്തെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ചെന്ന് തടുത്തു. പക്ഷേ ആ സമയം കൊണ്ട് ഇയാളെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായും യാതൊരുവിധ കച്ചറയോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ലഹരിക്കടിമപ്പെട്ട ചില സാമൂഹ്യ ദ്രോഹികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയത്. നമ്മൾ ഈ പരിക്ക് പറ്റിയ സംഘാടക സമിതി അംഗത്തെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ്. അതിൻ്റെ മൂക്കിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ വലിയ പരിക്ക് പറ്റി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ ആഘോഷവേളകൾക്ക് തടസ്സമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കും അതിനെതിരായി ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ വടംവലി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്താനാണ് മുഴുവൻ ജനങ്ങളെയും ഈ ഡിസംബർ 15-ാം തീയതി വൈകുന്നേരം കൊപ്പം പഞ്ചായത്ത് പരിസരത്തേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള ചില ഗുണ്ടാ സംഘങ്ങൾ എന്ന് തന്നെ പറയാം, അവരെ ഒന്നും വെച്ചു പൊറിപ്പിക്കാൻ നമ്മുടെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. അതിന് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഇത്തരത്തിലുള്ള ശക്തികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുനിർത്താൻ, അവരെ പിന്തിരിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി വലിയ ഇടപെടൽ നടത്തും. അതാണ് പറയാം. പഞ്ചായത്തിൽ മികച്ച നിലയിലാണ് കേരളോത്സവം നടക്കുന്നത്. യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റിന് പുറമെ വൈസ് പ്രസിഡന്റ് കെ ബീന, സ്ഥിരസമിതി അധ്യക്ഷ ടി വി വത്സല, പഞ്ചായത്ത് അംഗം കെ വേലായുധൻ എന്നിവരും പങ്കെടുത്തു. 40-ലേറെ ടീം ഫുട്ബോൾ കളിക്കാനുണ്ടായിട്ട് ഇത്രയും ടീമുകൾ കളിച്ചിട്ടും ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവരും ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തുകൊണ്ടും പോയിരുന്ന കളി അവസാന ഘട്ടത്തിൽ ഇതിൽ തകർക്കണം എന്ന് വിചാരിച്ച് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ തകർത്തതാണ്. അത് ലഹരിക്ക് അടിമപ്പെട്ട കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ചെയ്തു കൂട്ടിയ ഈ പരിപാടി വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തൊരു തീരുമാനം, ഇനി ഇങ്ങനത്തെ ഒരു സംഭവം കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വടംവലി മത്സരത്തിൻ്റെ സമയത്ത് നമ്മൾ അതിനെതിരെ ലഹരി വിമുക്ത ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബഹുജനങ്ങളെയും ആ ഒരു ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ മദ്യവും മയക്കുമരുന്നും കഴിച്ചുകൊണ്ട് ഇത്തരം ജനങ്ങളുടെ ആസ്വാദനം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കൊപ്പത്ത് കൊണ്ടുപോകുന്നത് വല്ലാത്തൊരു സംഭവമാണ്. മാത്രമല്ല, ഇനിയും പല പരിപാടികളും കൊപ്പത്ത് നടത്തേണ്ടതുണ്ട്. നല്ല പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരം സാമൂഹ്യദ്രോഹികൾ ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. മാത്രമല്ല, നമ്മുടെ പോലീസ് അതിന് ശക്തമായ നടപടി എടുക്കണം. ഇവിടെ ഇപ്പോൾ സംഘാടക സമിതി അംഗം സജിൻദാസിൻ്റെ നല്ല പരിക്കാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത്. പല്ലുൾപ്പെടെ ഇളകിയുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഭരണസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. കുമരനെല്ലൂർ ബസ് സ്റ്റോപ്പിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല്. സഹപാഠികളെ നിലത്തിട്ടി ചവിട്ടുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്ത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സംഘട്ടനത്തിൽ ഏർപ്പെട്ടതെന്നാണ് സൂചന. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കുട്ടികൾ കൂട്ടമായി എത്തി ചേരിതിരിഞ്ഞ സംഘട്ടനത്തിൽ ഏർപ്പെട്ടത്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിച്ചു. രാവിലെ മുതൽ നടന്ന അഖണ്ഡ നാമജപ നൃത്തയജ്ഞത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഏകാദശി ദിനാഘോഷം ഭക്തി നിർഭരമായി. രാവിലെ ശേഷത്തിൽ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അഖണ്ഡ നാമജപ നൃത്ത യജ്ഞവും ഉണ്ടായിരുന്നു.
നിരവധി പേർ അഖണ്ഡനാമ ജപനൃത്തയജ്ഞത്തിൽ പങ്കെടുത്തു. രാവിലെ കലശാഭിഷേകം, നെയ്വിളക്ക്, സഹസ്രനാമ പുഷ്പാഞ്ജലി, ഏകാദശി സന്ധ്യാദീപ സമർപ്പണം, വിശേഷ നെയ്ദീപ സമർപ്പണം, നാദസ്വരം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ ഒരു മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമാകും. ദശമി ദിവസമായ ചൊവ്വാഴ്ച മുതൽ ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി തുറന്ന ക്ഷേത്രനട ഇതുവരെ അടച്ചിട്ടില്ല. വ്യാഴാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം കഴിഞ്ഞ് രാവിലെ 9 മണിയോടെയാണ് ക്ഷേത്രനടയടയ്ക്കുക. പിന്നീട് വൈകിട്ട് 3:30 തുറക്കുക. ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ഉണ്ടാകാറുള്ള ഉദയാസ്തമന പൂജ ഇത്തവണയില്ല. ഭക്തർക്ക് ഇടതടവില്ലാതെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യത്തിനായാണ് ദേവസ്വം ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത്. രാവിലെ 6:30 പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. പല്ലശന മുരളി, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ രാവിലെ 9 മണിക്ക് മുമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. രാവിലെ നടന്ന വിശേഷാൽ കാഴ്ചശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഭക്തർക്ക് ദേവസ്വം ഏകാദശി വിഭവങ്ങളോടെയുള്ള പ്രസാദൂട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമാണ് പ്രസാദൂട്ട് നൽകിയത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം അനുവദിച്ചില്ല. ക്ഷേത്രനഗരിയിൽ കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. 300ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്ക് പുറമെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11 തുടങ്ങി വെളുപ്പിന് 2 സമാപിക്കുക. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി ഭക്തർ വ്യാഴാഴ്ച ദ്വാദശി പണസമർപ്പണം നടത്തും. വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസീതീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുക. ദ്വാദശി ഊട്ടും ഉണ്ടാകും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. CCTV ന്യൂസ്, ഗുരുവായൂർ. വിളയൂരിൽ UDFന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. DCC അംഗം V അഹമ്മദ് കുഞ്ഞി ധർണ ഉദ്ഘാടനം ചെയ്തു. വിളയൂർ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തകർക്കുന്ന നടപടികൾക്കെതിരെയും തുടുക്കൽ ജലസേചന പദ്ധതി ഉടൻ കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF കൂരാച്ചുപടിയിൽ സായാഹ്ന ധർണ നടത്തിയത്. UDF വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. DCC അംഗം V അഹമ്മദ് കുഞ്ഞി ധർണ ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ കണ്ടങ്കാവ അധ്യക്ഷനായിരുന്നു. നീലടി സുധാകരൻ, K ഇബ്രാഹിംകുട്ടി, A സജീവ് കുമാർ, ഇസ്മയിൽ വിളയൂർ, VM മുസഫ, VP ഉസ്മാൻ, K കുഞ്ഞാപ്പു, MC മജീദ്, മുബഷിറ സാബിർ, KV ഉമ്മർ, ഷാഫി വരമംഗലം, മുഹമ്മദ് അലി, CM മണികണ്ഠൻ, P വാപ്പുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. UDFന്റെ ജനപ്രതിനിധികൾ അവിടെ എത്തിച്ചേരുകയും പ്രശ്നത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത് നിങ്ങളെല്ലാവരും ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അവർ സമരം ചെയ്തത് എന്തിനായിരുന്നു എന്ന് അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ജീവനക്കാരുടെ
ജീവനക്കാർ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നില്ല, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്താണ് ജീവനക്കാർ ചെയ്ത തെറ്റ്, എന്താണ് അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾ, അവർ ചുമതല നിർവഹിക്കുന്നതിൽ ഏത് തരത്തിലുള്ള വീഴ്ചകളാണ്. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.